അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ ഇന്നലെ വാങ്ങിച്ചു, ഇന്നലെ ശനിയാഴ്ച വാങ്ങിച്ചു. എന്നിട്ട് ഇറച്ചി ഇന്നലെ വൈകിട്ട് വാങ്ങിയതുകൊണ്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ ഫുള്ളായിട്ട് വേവിച്ചിട്ട് ഇറച്ചിയും കായും ഒക്കെ ഇട്ട് വേവിച്ച് പകുതിയോളം മുളകിടാണ്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മളത് കാച്ചെടുത്തു. അപ്പോൾ ഇന്ന് നമ്മുടെ കറി ഉച്ചയായപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കായപ്പോൾ കറി ഒരു ത്രികോളം ബാക്കി വന്നുള്ളൂ. ഒരു ചെറിയൊരു കുഞ്ഞ് കൂട്ടാൻ പാത്രത്തിൽ കൊള്ളാവുന്ന ബാക്കിയാണ്. അപ്പോൾ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു കറി ഉണ്ടാക്കിയാലെന്ന് കരുതിയിട്ട് ചെമ്മീൻ വേഗം തന്നെ വറുത്തെടുത്തു. വറുത്ത് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെമ്മീൻ്റെ തലയും വാലല്ല ഉദ്ദേശിക്കുന്നത്, തല. ചെമ്മീൻ്റെ മുള്ളുകൾ ഒന്ന് കൊമ്പൊടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെറിയൊരു കുഞ്ഞ് കപ്പ കൊണ്ട് അത് നമ്മൾ ഉടക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോളയും കാര്യങ്ങളൊക്കെ നുറുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇറച്ചി ബാക്കി വന്നത്. ഇത്രയും ബാക്കി വന്നുള്ളൂ. അപ്പോൾ സബോള, തക്കാളി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നമ്മളൊന്ന് തിരുമ്മി വയ്ക്കുകയാണ്. വേഗം തന്നെ തിരുമ്മി വയ്ക്കുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള കറിയാണ്. ഞാൻ കൂട്ടി വയ്ക്കിയപ്പോൾ അത്യാവശ്യം രസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് കടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ആ കാര്യം കൂടെ അങ്ങോട്ട് സെറ്റാക്കാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മഴയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ മഴ ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ജില്ലയിൽ കുറവായിരുന്നു. മഴയുടെ സമയത്തും വെയിലൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ശരിക്കും മഴക്കാലമായി, ശരിക്കും തകൃതിയായിട്ട് പെയ്യുന്നുണ്ടല്ലേ. ഓരോ സ്ഥലങ്ങളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നു. നാളെ തൃശ്ശൂർ ജില്ലയ്ക്ക് വരെ അവധിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ കുട്ടികൾക്ക് തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ വെള്ളം ഞാൻ എപ്പോഴും കൊടുക്കും. പിന്നെ എനിക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ തേങ്ങ ചെറിയാലും എൻ്റെ കൈ കൊണ്ട് മുറിയും. എപ്പോൾ തേങ്ങ ചെറിയാലും എൻ്റെ കൈ ചെറുകേമ കൊണ്ട് അതൊന്ന് മുറിയും. എങ്ങനെയാണ് എത്രയൊക്കെ നമ്മൾ അത് ശ്രദ്ധിച്ച് ചെയ്താലും കൈ ഒന്ന് കൈമ കൊണ്ട് നിറുകും. ഇത് ഇപ്പോൾ ഇവിടെ കൂട്ടാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി വെച്ചിട്ട് തേങ്ങ തിരകിയിട്ടില്ല. അപ്പോൾ അതൊക്കെ തിരകി പാല് പിഴിഞ്ഞ് അടുപ്പത്താക്കണം. അപ്പോൾ ചോറ് തിളച്ച് വന്നായിരുന്നു. ചോറ് വൈകിട്ടാകുമ്പോൾ തിളപ്പിക്കും. അത് തിളച്ച് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഊറ്റി ഈ ഒരു പാത്രത്തിലോട്ട് ഇടാണ് കേട്ടോ. ഇടയ്ക്ക് സൗണ്ട് കേട്ടത് എൻ്റെ മോളുടെയാണ്. അവളോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നില്ല. അപ്പോൾ തേങ്ങ ചിരകിയത് എൻ്റെ കൈമ കൊണ്ട് മുറിയുമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ ചെമ്മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സെഫാങ്കുട്ടന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവന് വേറെ കൂട്ടാനൊന്നും പിള്ളേർക്കില്ലല്ലോ. ഇറച്ചി എരിവിട്ടാണ് മാറ്റി വെച്ചത് കഴിഞ്ഞു. വെണ്ടയ്ക്ക വാട്ടാന്ന് വെച്ച് വെണ്ടയ്ക്ക നന്നാക്കി എടുക്കണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അവളെ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ അവൾ ഓടിപ്പോയതാണ് കാണുന്നത്. അവർ കടയിലൊക്കെ പോയി ലേസ് മിഠായിയൊക്കെ വാങ്ങി വന്നു. പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ കാച്ചിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. See you.